നമസ്കാരം. ദൾ പരിവാര ദാമ്പത്യം തകർന്നു. നിതീഷിന് രണ്ടാം കെട്ട്. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേന്ദ്ര NDAക്കെതിരായ രാഷ്ട്രീയ ബദലിന് നേതൃത്വം കൊടുക്കും എന്ന് കരുതിയ നിതീഷ് കുമാർ BJP പാളയത്തിലേക്ക് തന്നെ എത്തിപ്പെട്ടു. രാഷ്ട്രീയ ലക്ഷ്യം പടലപ്പിണക്കങ്ങൾക്ക് വഴിമാറിയപ്പോൾ മഹാസഖ്യത്തിൽ ആദ്യം തന്നെ ഉലച്ചിൽ തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനത്തിൽ മോദിയെ പ്രശംസിച്ചും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയെ പിന്തുണച്ചും നിതീഷ് കുമാർ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന സൂചനയും നൽകി. ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെതിരായ CBI അഴിമതി കേസ് കളം മാറി ചവിട്ടാനുള്ള അവസരമാക്കുകയായിരുന്നു നിതീഷ് കുമാർ. ആടി ഉലഞ്ഞു നിന്ന ബീഹാറിലെ മഹാസഖ്യം ഹണിമൂൺ കാലത്തിനപ്പുറം പോയില്ല. ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ പോലെയാണ്. പ്രണയം മുതൽ കല്യാണം വരെ പ്രിയദർശൻ ചിത്രം പോലെയാണ്. ഭയങ്കര കളർഫുൾ ആയിരിക്കും. ആട്ടവും പാട്ടും ഓട്ടവും സ്വപ്നം കാണലും. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं. ഈ താലി കെട്ടി അടുത്ത ദിവസം മുതൽ സത്യനന്ദിക്കാട് ചിത്രം പോലെയാണ്. പിണക്കവും ഇണക്കവും കുഞ്ഞു കുഞ്ഞു പൊട്ടിത്തെറികളും പരിഭവങ്ങളുമായിട്ടൊക്കെ അങ്ങ് പോകും. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. 15 साल झूठ की खेती लोगों ने देख लिया. ये नीतीश कुमार इतना घटिया स्कैंडलस मास्टर डाइवोर्स होने के बाद से ये पागल हो गया है. मेरे खिलाफ नारा लगा रहे हैं, छाती पीट रहे हैं. दुर्गति का निशानी है. अभी और दुर्गति लिखा हुआ बात. പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. രണ്ടാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. നമ്മുടെ ഷാജി കൈലാസ് ചിത്രം പോലെയാണ്. എവിടുന്നൊക്കെയാണ് അടിയും ബഹളവും പൊട്ടിത്തെറിയൊക്കെ വരുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് തേജസ്വി യാദവിനെതിരായ അഴിമതി കേസോടെയാണ്. ഉപമുഖ്യമന്ത്രിയുടെ രാജിയാണ് നിതീഷ് കുമാർ ആവശ്യപ്പെട്ടത്. JDUവിനേക്കാൾ സീറ്റുണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിനു വെച്ചു നീട്ടിയ RJD അതിന് തയ്യാറാവില്ലെന്ന് നിതീഷ് കുമാറിനും അറിയാം. വഴി പിരിയാൻ പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. ആദർശാധിഷ്ഠിതമായ ഒരു ഭരണ സമ്പ്രദായമാണ് ഈ മന്ത്രിസഭ ഇതുവരെ തുടർന്നു പോകുന്നത്. ഭാവിയിലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ കാലങ്ങൾ കഴിയുന്തോറും നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള അടിവേരുകൾ നഷ്ടപ്പെട്ടു വരികയാണെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. മന്ത്രി കസേരകൾ വലിച്ചെറിഞ്ഞ് നാം തന്നെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എങ്കിൽ മാത്രമേ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഉയിരും തേജസ്സും തിരിച്ചു കിട്ടുകയുള്ളൂ. ആഭ്യന്തരമന്ത്രി ശ്രീ മഹേന്ദ്രവർമ്മയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാർട്ടി പ്രവർത്തനം നടത്താനുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. തൽക്കാലം മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. എനിക്ക് രാജിവെക്കാൻ സൗകര്യമില്ലെന്ന് സാർ അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഞാൻ ഈ കസേരയിലെത്തി. അത് സാറിനും അറിയാമല്ലോ. അതിന്റെ പലിശയെങ്കിലും ഞാനൊന്ന് ഈടാക്കട്ടെ. ഞാൻ ഒഴികെ ആർക്കും ധൈര്യമായിട്ട് രാജിവെക്കാം. മുടക്കൊന്നുമില്ലല്ലോ, സമ്പാദ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ മന്ത്രിമാരെങ്ങനെയാ സാറേ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്? ശർക്കര ഭരണിയിൽ കിടന്ന കൈകളാ. അത് വെറും ഭരണിയിൽ ചെല്ലുമ്പോഴേ चोरी या अन्य बातें कही जाती है वो अपने समर्थकों के लिए कही जाती है, वो अपनी जगह पर है. लेकिन आम जन के बीच में जो एक अवधारणा बन रही है उसको ठीक करने के लिए
एक्सप्लेन करना बहुत जरूरी है, और यह बात मैंने कही, लेकिन अब वह भी नहीं हो रहा है। और कुल मिलाकर माहौल ऐसा होता चला जा रहा है अब तो ऐसी परिस्थिति हो गई कि अब काम करना भी संभव नहीं हुआ, क्योंकि हम कुछ भी काम करें लेकिन परिचर्या में एक ही बात है, और आज तक हमने इन बिंदुओं पर അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കൾ തന്നെ മതി. सामाजिक न्याय और धर्मनिरपेक्षता वाली जनता, जिन्होंने पिछड़ा, अति पिछड़ा, दलित, महादलित, अल्पसंख्यकों ने महागठबंधन को वोट देने का काम किया, आज उन वोटरों को अपमानित करने का काम किया है माननीय मुख्यमंत्री जी ने। नीतीश कुमार का अब ये लास्ट है, विनाशकाली विपरीत बुद्धि. NDAയിലെ പഴയ കൂട്ടാളി JDUവിനെ തിരികെ കിട്ടാൻ കരുക്കൾ നീക്കിയ BJP ആശിച്ചതാണ് ബീഹാറിൽ നടന്നത്. ലാലു കുടുംബത്തിനെതിരായ CBI അന്വേഷണം പൊടിതട്ടി എടുത്തതു തന്നെ ബീഹാർ കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണെന്ന് RJD ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് അളിയൻ്റെ നടപടിയെ അഭിനന്ദിച്ച് മോദി അളിയൻ ട്വീറ്റ് ചെയ്തിരുന്നു. ട്വീറ്റിന് നിതീഷ് അളിയൻ നന്ദിയും പറഞ്ഞു. അങ്ങനെ ബീഹാറിലെ പഴയ അളിയന്മാർ വീണ്ടും ഒന്നായി. തലേ ദിവസം രാജിവെച്ച നിതീഷ് കുമാർ പിറ്റേന്നു രാവിലെ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളിയായ ഭാര്യയുള്ള BJP നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയും ആയി. ഇതാ നമ്മുടെ ഉണ്ണി. ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. ഈ അളിയന്റെ തമാശ അളിയാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ആഹാ, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. ബാലിയ, നമുക്ക് അകത്ത് സംസാരിക്കാം. ഇങ്ങനെ ഒരു പിടിശനിയുടെ ദുരിതം കളികളെ ആറ്റും തലവല തയ്യാൻ ഇതിന് വേണം ചൊല്ലുക വേഗം ഭഗവാനേ. सत्यनिष्ठा से प्रतिज्ञान करता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं बिहार राज्य के मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा। ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप में संसूचित या प्रकट नहीं करूंगा. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരുമില്ല. സ്വന്തം തന്ത വരെ പിന്നിന്ന് കുത്തു. പെങ്ങളൊക്കെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയാ? നോക്കച്ച, എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ബീഹാറിലെ രാഷ്ട്രീയ നീക്കങ്ങൾ നെഞ്ചിടിപ്പോടെ കണ്ടിരുന്ന JDU കേരള ഘടകം നിലപാട് ഡൽഹിയിൽ തന്നെ പ്രഖ്യാപിച്ചു. BJP രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർത്തിരുന്ന വീരേന്ദ്രകുമാറിനും കേരള JDUവിനും NDA ബാന്ധവത്തിൻ്റെ ദേശീയ രാഷ്ട്രീയവുമായി കേരളത്തിൽ ഒരു മുന്നണിയിലും പ്രവർത്തിക്കാനാവില്ല. കറകളഞ്ഞ മതേതര സോഷ്യലിസ്റ്റായ വീരേന്ദ്രകുമാർ നിതീഷുമായുള്ള ബന്ധവും എന്നേക്കായി അവസാനിപ്പിച്ചു. നിതീഷ് കുമാർ BJPയുമായി ഉണ്ടാക്കിയ സർക്കാർ വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. രാജ്ഗറിൽ വെച്ച് പാർട്ടിയുടെ സമ്മേളനം നടന്നിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ തീരുമാനിച്ചത് മതേതരത്വം സംരക്ഷിക്കാനും ഫാസിസ്റ്റ് പ്രവണത അവസാനിപ്പിക്കാനും പാർട്ടി നേതൃത്വം കൊടുക്കണമെന്നാണ്. ബീഹാറിലാണ് ആ മഹാസഖ്യം രൂപപ്പെട്ടത്. അന്ന് ബീഹാറിൽ നടത്തിയ പ്രഖ്യാപനം ബീഹാറിലേക്ക് വേണ്ടി മാത്രം നടത്തിയ പ്രഖ്യാപനമായിരുന്നില്ല.
അതൊരു രാഷ്ട്രത്തിൻ്റെ മുന്നിൽ വെച്ച പ്രഖ്യാപനമായിരുന്നു. അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് BJP-യുമായി ഒരു കൂട്ടുമുന്നണി സർക്കാർ ഉണ്ടാക്കിയത്. ഞങ്ങൾ അത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പിടിച്ചിരുന്നോ? വിട്ടോ, ശരിക്കും പിടിച്ചോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരദ് യാദവിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറയണം ഇത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഇന്ന് രാവിലെ ശരദ് യാദവിനെ കണ്ടിരുന്നു, അദ്ദേഹം വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാർട്ടിയുടെ കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടും. ആ കൗൺസിൽ യോഗത്തിൽ വെച്ച് ഞങ്ങൾ ഭാവി പരിപാടികൾക്ക് രൂപം കൊടുക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. കേരള പാർട്ടി ഈ ഫാസിസ്റ്റ് ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. നീ തീർന്നടാ, നീ തീർന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. ഇറ്റ് ഈസ് എൻ അറ്റർ ഫെയിലിയർ ഓഫ് നിതീഷ് കുമാർസ് പോളിറ്റിക്സ്. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. തീരട്ടെ. ഒരു രാഷ്ട്രം പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിൽ നിന്ന് നേതൃത്വമാണ് ഈ പോരാട്ടത്തിൽ. അല്ലാണ്ട് ബീഹാറിൽ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങോട്ട് നോക്കിയില്ല, അല്ലെങ്കിൽ മറ്റേയാൾ സംസാരിച്ചില്ല. ഇതൊന്നുമല്ല, ഇതൊന്നും ഇഷ്യൂ അല്ല. ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി ഇതൊന്നും നോക്കിയിട്ടല്ല. അയാളെ ദിവസം ലാലുവിനെ കാണുന്നുണ്ടോ, രാവിലെയൊക്കെ പിന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ, ഇതൊന്നും ഞങ്ങൾ ഇഷ്യൂ അല്ല. നിതീഷിൻ്റെ നീക്കം JDU-വിൽ തന്നെ ഭിന്നതയ്ക്കിടയാക്കിയിട്ടുണ്ട്. ശരദ് യാദവിനും മറ്റും വ്യത്യസ്ത നിലപാടാണ്. ഇനി രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെച്ച് പോലും നിതീഷ് ലൈനിനെ എതിർക്കാൻ തന്നെയാണ് കേരള JDU-വിൻ്റെ തീരുമാനം. ഈ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യസഭ എന്നൊരു പ്രശ്നമല്ല. വേണമെങ്കിൽ വെക്കും, എന്നാലും ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല. രാജ്യസഭാ സീറ്റ് ഒരു സ്ഥാനത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല, അത് ഫൈറ്റ് ചെയ്യാനുള്ളതാണ്. ആ രാജ്യസഭാ സീറ്റ് വെക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഫാസിസ്റ്റ് ടെൻഡൻസിക്ക് വളം വെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വേണ്ടി വന്ന രാജ്യസഭ വേണ്ടെന്ന് നോക്കും. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഭാഷാ മുൻഷിയായി ചെന്നിത്തല. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ, മെട്രോ റെയിൽവേയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാൻ ആകെ ഒരു നിവേദനമാണ് കൊടുത്തത്. അത് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കണം, കുടിശ്ശിക നൽകണം എന്നുള്ളതായിരുന്നു. മേമേക്ക് ദരിദ്രവാസ്യം ആത്മീ ഹൂം कृपया करे दरवाजा में किनारे है।